130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി. കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം. അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇത് അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പിലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാമോ? തരാം. വേണ്ട സാറില്ല, ഞാൻ കേട്ടാ. വാ. കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രേട്ട മംഗളക്ക് എന്താ അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ. ഈ അല്ലാണ്ട് കൊടുക്കല്ലേ? കിട്ടോടൊക്കെ സാറ് വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവൂടും. ഇർഫാനെ, ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് തോന്നണ്ട. നമുക്കും കണ്ട് വരണ്ടായിരുന്നല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. ഇതല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ലടോ. അത് ഞാൻ വിട്ടുകൊടുക്കൂല. സാറേ, ഇതാ ഞാൻ പറഞ്ഞ ഖലീൽ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ഖലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ.
ഏത് കേൾക്കണ്ട? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടോ? പ്ലാസ. ആണോ? ആ ഇരിക്കിരിക്കെ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി? സാറേ അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അത്ര നല്ലവരൊന്നല്ല. ആണോ? ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാ. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കല്. ഏതാണ് ഇവൻ? നമ്മളെ ചെങ്ങായ സാർ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാർ. സാറേ അതൊന്ന് സഹായിക്കാൻ നമ്മളെ. ആ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇവിടെ ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ആ കേട്ടേ, അതെ ഇത് 1800 ഉറുപ്പ്യുള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇവരെ പറഞ്ഞു വിട്ടോളൂ. ആ ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകിട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ, ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരാൾ ശ്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അവന്മാരെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും ചെല്ലുന്നു. ഇന്ന് കയറ്റിക്കാൻ ഇടപാട്. അത് കുഴഞ്ഞു പറഞ്ഞ കേസാണ് സാറേ. ഇർഫോ ഇപ്പം നമ്മളിപ്പോൾ പോരെ, അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അനക്ക് എന്തിൻ്റെ ഏടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കട്ടാ. ഈ കണ്ട ചെറുമി പണങ്ങളോടെ കൂത്താടി നടന്നടാ, എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല എനിക്കൊന്നും നഷ്ടപ്പെടാം. അലിയിലേക്ക് എന്ത് വർത്താനാ പറയണത്? മോളെ ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളൂടാ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ വിട്ടോ ഞാൻ വേറെ കൊണ്ടത്തേടി. മോനെ ചെങ്കിലും ഒന്നാണ്. ചോർന്നിതാവണ്ട, എനിക്കറിയാം എൻ്റെ വീട്ടുകാരെ കേട്ടാ. ചെക്കൻ കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റം വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കനെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞാനേ താൻ. ചന്ദ്രൻ